നാണമായി പോയല്ലോടാ. അല്ലോ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടത്? നാണമില്ലാത്ത വർഗത്തിലിട്ട കുറെ ബ്ലോഗർമാര്. നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടത്? മാറ്റി പിടിക്കാൻ സമയമായില്ലേടാ. പെണ്ണുമ്പളെ കയ്യിലിരിപ്പും കൊണ്ട് ഓരോന്ന് നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതെ അത് മേടിച്ച് മൂലക്ക് എങ്ങാണ്ട് പോയിരുന്നോണം. നിങ്ങൾ എന്തോ ചോദിച്ചേ? ഞാൻ മാത്രമാണോ നിനക്കൊക്കെ കോണ്ടന്റ് ആയിട്ടുള്ളതെന്നോ? ലേശം നാണോ മാനോ ഉളുപ്പുണ്ടോ? ഉണ്ടോ? ഒരാളും നിങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുമ്പോ നിങ്ങൾക്ക് കുത്തിക്കയപ്പ്. ഏതോ ഒരു ചാനലിൽ വിളിച്ചിട്ട് അതിലെ ആങ്കർ എന്ന് പറയുന്ന പെണ്ണായിട്ട് പോലും കാണാൻ പറ്റത്തില്ല. പെണ്ണുങ്ങളൊന്നും ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. അവള് വന്നിട്ട് ഒരു വൃത്തികെട്ട ചോദ്യം ചോദിച്ചപ്പം ചിരിച്ചോണ്ട് കിണിച്ചോണ്ട് അവിടെ ഇരുന്നില്ലായിരുന്നോ? വേറെ വല്ലവരും ആയിരുന്നെ ചെവിക്കല്ല അടിച്ചു പൊട്ടിച്ചനെ. അറിയാമോ നിങ്ങൾക്കത്? നാണോ മാനോ ഇല്ലാത്ത ഏതൊരു ഗർഭമാക്കിയോ നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരും ചെവുകുത്തി അടിച്ചു പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാമോ? ഇതുണ്ടാക്കിയവരെ നിനക്കറിയാമോ? നോക്കടാ, അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭമാക്കിയ പിച്ചു രവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഈ ഇട്ടേക്കുന്നത്? അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് അമ്മച്ചിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളും കണ്ടില്ലായിരുന്നോ? പോട്ടെ, അങ്ങനെ ഒരു സാധനം അങ്ങേര് ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങൾ കുറെ ആയി. ഹേ, ഇപ്പോഴല്ല അത് കുത്തിപ്പിടിച്ചുകൊണ്ട് വരേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പറയണമായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട, എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാണ്. എടാ നാണവ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. എനിക്കല്ലേ, ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുന്നതിന്റെ കാര്യം പറഞ്ഞത് ആണടാ, എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ നീ അവന്റെ ബോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടക്കുന്നത്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം ശരീരം വിറ്റ കഥ അടക്കം. ഈ പറയുന്ന നാണോ മാനോ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ആദ്യം സ്വയം ഒന്ന് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്ക്. മനസ്സിലായോ? നെഗറ്റീവ് റീച്ച് ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങള് ആദ്യം നിങ്ങൾക്ക് നാണോ മാനോ ഉളുപ്പുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. പുറത്ത് വിട്ടത് ഇവന്റെ വീട്ടിലെ മറ്റോളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണ്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ തന്നെ ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ. അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 3 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്, അതെല്ലാവർക്കും മനസ്സിലാവും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അതിനല്ലേ വീഡിയോ ഇട്ടോണ്ട് പോകുന്നേ. നിങ്ങൾ ശരി, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇന്റർവ്യൂ കൊടുത്തോ. അതിന്റെ അകത്ത് ഇമ്മാതിരി ഡബിൾ ഡാഡി സിൻഡ്രോം കൊണ്ട് നടക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുള്ള കടമ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അവിടെ എന്തുവാ ചെയ്തേ? കിണിച്ചോണ്ട് അത് അങ്ങ് ഏറ്റെടുത്തു അല്ലേ? അതിനെയാണ് ഇവിടെ ആൾക്കാർ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണം കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അത് എന്ന് പറഞ്ഞാൽ നായ്ക്കത്ത് കൊടുത്തു വിവീസ് ഗൈഡ് എന്ന് പറഞ്ഞ ഇപ്പൊ അതുലും വിവിയും മാത്രമല്ല, കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം കേട്ടിട്ട് കിണിച്ചോണ്ടിരുന്ന നിങ്ങളുടെ ചെവിക്കുറ്റി നോക്കി അടിക്കണം എന്നുള്ളത്. ഞാനും പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിൽ മനസ്സിലായി. നീ കൂടുതൽ ഇതിന്റെ ഉണ്ടാക്കാൻ വാരില്ല, മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചോണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയതാ വീട്ടിൽ നിന്ന്. പിന്നെ ആ കേസൊക്കെ കഴിഞ്ഞിട്ട് വർഷം കുറേയായി. ഈ ഇന്റർവ്യൂയുടെ പ്രശ്നം നടക്കുന്നത് ഇപ്പോഴാ. എന്നിട്ട് ആ പഴയ കേസൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. നിനക്കൊക്കെ ഞാൻ വല്ലതൊക്കെ പറയും. മോളെ നീ എന്നോട് പ്രത്യോ നിന്റെ അരി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തൊക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാം. നീ എനിക്കെതിരെ കുറെ
പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഉള്ളതാ നിനക്ക് ഫോൺ വിളിച്ചിട്ടില്ല. ഇനി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചെവിനോ മറ്റോളെ. നീ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാണ്. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധം ഞാനങ്ങ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എനിക്ക് എത്ര സിമ്പിളാ. പുള്ളി മരിച്ചോ, ഞാൻ ആ ബന്ധം നിർത്തി. കഷ്ടം. എന്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. അതിലെന്ന് പറയുന്നവൻ നിങ്ങൾ കാർ എടുത്തില്ല. എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോൻ. അങ്ങനെ ഞാൻ വിളിക്കും. എന്റെ മറ്റോളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായി. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മട്ടത്തി നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷേപ്പ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷേപ്പ് ചെയ്യും. മറ്റവളെ അതുലേട്ടന്റെ മറ്റവളോ? ആര്? ഷെഫീന ബീവിയോ? ഇതൊക്കെ എവിടുന്ന് കിട്ടിയ വിവരാ? അവര് തമ്മിൽ കീരിയും പാമ്പോ, എന്നിട്ട് നിന്റെ മറ്റവളില്ലേന്ന് ഉളുപ്പ് വേണം തള്ളേ. ഒരു റിസോർട്ട് നീ വന്നത് നീ തീറ്റി നിന്നതും ഒക്കെ ഞാനറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടെ ഇറക്കി എന്നെ ഇവിടെ ഇറക്കിട്ട് നീ ഇതിന് തൊട്ടപ്പുറത്തെ സ്ഥലം വെച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന് എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അത് ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കുന്നത്. ആര് ഇറക്കി ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടുകാർ ഞാൻ തന്നെ വിടും. മനസ്സിലായല്ലോ? വേണോ, നിന്നെയും നിന്റെ കുടുംബക്കാരെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള എല്ലാ റൈറ്റ്സ് ഉള്ള ഒരുത്തനും അവിടെ ഉണ്ട്, കിച്ചു. അതുകൊണ്ട് കൂടുതൽ നീ അങ്ങോട്ട് തിളക്കല്ലേ കേട്ടോ. മുട്ടുകാല് തല്ലി പിടിക്കാൻ നീ അങ്ങോട്ട് ചെന്നാ മതി. ആ വീട് കിടക്കുന്ന അവന്റെ കൂടെ പേരില്ല. മറന്നു പോയോ? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയുന്നത്? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലതും നമ്മളെ കാര്യം പറയല്ലോ. ഒരു മകന്റെ പ്രായം എടാ നാണം കെട്ടവനെ, എടാ വിജീവയുടെ ഇത് ചോദിച്ച ആയിരനെ നീ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ നീ അടിച്ചു പൊട്ടിക്കാൻ. എടാ നാണം കെട്ടവനെ, എടാ ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാം. നിന്റെ കൂട്ടുകാരനില്ലേ അതിൽ അവന്റെ ചെവിക്കലാണ് നീ ആദ്യം വിളിച്ചത്. മനസ്സിലായോ? ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാമോ? നോക്കടാ, അവൻ എന്നെ ആയിരനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാസിയെ ചുറ്റൂരെവിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം എടുത്തത്. ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ടുള്ള അവൻ തന്നെയല്ലേ ഈ ഇട്ടേക്കുന്നത് അതില്. അപ്പൊ ഇത് ഉണ്ടാക്കിയവനെയും നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാണ്. എടാ നാണവൻ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറഞ്ഞ് അടിക്കണ്ടേ. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. എനിക്കല്ലേ ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ അതില് ഉണ്ടാക്കിയത് മാത്രമാണ് അവർക്ക് പ്രശ്നം. വേറെ ആര് പറഞ്ഞതും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതിലുണ്ടാക്കിയത് ചോദിക്കുകയും വേണം, പറയുകയും വേണം, എല്ലാം ചെയ്യണം. എന്തുകൊണ്ട്? അങ്ങേര് നല്ല തിരിച്ചു പറയും. അപ്പൊ അവർക്ക് ഇത് വീണ്ടും ഒരു കണ്ടന്റ് ആയിട്ട് അടുത്തത് പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട്, അല്ലാണ്ട് വേറെ തേങ്ങാക്കൊലയൊന്നും അല്ല. ബാക്കിയുള്ള ആൾക്കാർ പോട്ടെ പൊല്ലേന്ന് കേട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതില് എടുത്ത് റിയാക്ട് ചെയ്താലോ. ചെയ്തിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ നന്നായിട്ട്. നാണം കെട്ട സ്ത്രീയെ. ആ വിവി ചേട്ടൻ പറഞ്ഞല്ലോ ഒരു തെറ്റൂല. വേറെ വല്ലവരുടെ അടുത്താണ് ഈ ചോദ്യം ചോദിച്ചാൽ ചെവിക്കലടിച്ച് പൊട്ടിച്ചനെ. എന്റെ അടുത്ത് അങ്ങോട്ട് ആയിരിക്കണമായിരുന്നു. നാളെ മാനം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ. ശരിയെന്നാ.